ഇന്ത്യയുടെ പോർവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവച്ചിട്ടു. ഓപ്പറേഷൻ സിന്ദൂറിൽ നേരിട്ട തിരിച്ചടി മറയ്ക്കാൻ പാകിസ്ഥാൻ ആദ്യം ഇറക്കിയ വ്യാജ പ്രചാരണം ഇതായിരുന്നു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ അടക്കം അത് ഏറ്റുപറഞ്ഞെങ്കിലും തെളിവുകളില്ലാതെ ആ കപടവാദം പൊളിഞ്ഞതോടെ അവർക്കെല്ലാം അത് പിൻവലിക്കേണ്ടി വന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. ഇന്ത്യ വെള്ളക്കൊടി വീശി തോറ്റോടി എന്ന് പാകിസ്ഥാൻ പെരുങ്കള്ളം പ്രചരിപ്പിച്ചു. മില്യൺ കണക്കിനായിരുന്നു ട്വിറ്ററിലും മറ്റു പല വീഡിയോകളിലും വ്യൂസ്. ചില ഇന്ത്യൻ മാധ്യമങ്ങളും വ്യാജ വീഡിയോകളുടെ പിന്നാലെ പോയി പണി വാങ്ങിച്ചു. ഇന്ത്യക്കെതിരെ ഒരു ഇൻഫർമേഷൻ വാർ സാഹചര്യം തുറന്നുവിടുകയാണ് പാകിസ്ഥാൻ. പാക് സർക്കാരും സൈന്യവും മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ നുണപ്രചാരണങ്ങൾ ഒന്നൊന്നായി പക്ഷേ ഫാക്ട് ചെക്കർമാർ പൊളിച്ചിരിക്കുന്നു. ലളിതമായൊരു ഗൂഗിൾ റിവേഴ്സ് സെർച്ചിൽ പൊളിയുന്ന ഈ കഥകൾ പാക് പ്രതിരോധ മന്ത്രി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വരെ വെച്ച് ന്യായീകരിച്ച് പരിഹാസ്യനായതാണ് മറ്റൊരു കാഴ്ച. എല്ലാ ഘട്ടത്തിലും പാകിസ്ഥാൻ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ മറുപടി സൈനിക നീക്കത്തിന് പിന്നാലെ വൻ വ്യാജ പ്രചാരണമാണ് പാകിസ്ഥാൻ നടത്തിയത്. സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും മാധ്യമങ്ങളും ഉപയോഗിച്ച് വ്യാപക പ്രചാരണം തന്നെ നടത്തി. വ്യാജ പ്രചാരണം നടത്തിയ എക്സ് ഹാൻഡിലുകളുടെ ബയോ കൂടുതലും ഇന്ത്യക്കാരുടേതാണ്. ഇവ കൈകാര്യം ചെയ്യപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് എന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുമുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ ന്യൂസ് മലയാളം ആ മുന്നറിയിപ്പ് പ്രേക്ഷകർക്ക് നൽകിയിരുന്നതുമാണ്. വിമാനം വീഴ്ത്തിയെന്ന് വിചിത്രവാദം ഉന്നയിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ചെയ്തത്. ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ച് വീഴ്ത്തി എന്ന പാകിസ്ഥാന്റെ അവകാശവാദം പക്ഷേ പൊളിഞ്ഞു. തെളിവുണ്ടോ എന്ന് ഖവാജ ആസിഫിനോട് CNN അവതാരക ചോദിച്ചു. ചിത്രങ്ങൾ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നായിരുന്നു അയാളുടെ മറുപടി. വ്യക്തമായ തെളിവുണ്ടോ എന്ന് അവതാരക വീണ്ടും ചോദിക്കുന്നുണ്ട്. പക്ഷേ മറുപടിയില്ല. ഇന്ത്യൻ സൈനികർ കീഴടങ്ങിയെന്നും തടവിലാക്കിയെന്നും ജിയോ TVയിൽ ഖവാജ ആസിഫ് പറഞ്ഞു. വ്യാജ പ്രചാരണമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കണ്ടെത്തി ലോകം തള്ളിക്കളഞ്ഞതായിരുന്നു ഈ വാദങ്ങളെല്ലാം. ഗാസ ദൃശ്യം വരെയാണ് ഈ വ്യാജ പ്രചാരണത്തിന് വേണ്ടി പാകിസ്ഥാൻ ഉപയോഗിച്ചത്. ഇന്ത്യൻ നടപടിക്ക് ശേഷം ബഹാവൽപൂരിലെ സാഹചര്യം എന്ന പേരിൽ വീഡിയോ പ്രചരിപ്പിക്കുകയായിരുന്നു. 21 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ എക്സ് ഹാൻഡിലുകളിൽ നിറഞ്ഞോടി. തകർന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ പുരുഷന്മാരും ഹിജാബ് ധരിച്ച സ്ത്രീകളും ഓടുന്നു. വ്യാജ ഇന്ത്യൻ പ്രൊഫൈലുകളും പാക് പ്രൊഫൈലുകളും വ്യാപകമായി ഇത് പ്രചരിപ്പിച്ചു. വീഡിയോയിൽ നൂർ അൽ സഹർന എന്ന വാട്ടർമാർക്ക് ആൾട്ട് ന്യൂസ് കണ്ടെത്തി. കീവേഡ് തിരഞ്ഞ് അക്കൗണ്ട് കണ്ടെത്തി. വീഡിയോ പോസ്റ്റ് ചെയ്തത് 2025 ഏപ്രിൽ 4 എന്നുകൂടിയാണ് കണ്ടെത്തിയത്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണം എന്ന തലക്കെട്ടോടെ ഷെയർ ചെയ്തതാണ് ഈ ദൃശ്യം. അൽ ജസീറയുടെ ഏപ്രിൽ 4 ഇസ്രായേൽ ആക്രമണ വാർത്തയിലും ഇതേ വീഡിയോ അങ്ങനെ കണ്ടെത്തി. ഇന്ത്യൻ മാധ്യമങ്ങളും ഈ വ്യാജ പ്രചാരണത്തിൽ കുടുങ്ങി എന്നുള്ളതാണ്. ആജ് തക്, ABP, സീ ന്യൂസ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾ വ്യാജ ദൃശ്യങ്ങൾ നൽകി. ഇന്ത്യ തൊടുത്തുവിട്ട 7 മിസൈലുകൾ എന്ന രീതിയിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. ജയ്ഷെ താവളം തകർത്തത് ഇങ്ങനെ എന്ന് ഹിന്ദിയിലെ താര അവതാരകർ വിശദീകരിച്ചു. പാക് മാധ്യമങ്ങളും ഇന്ത്യൻ ആക്രമണത്തിൻ്റെത് എന്ന പേരിൽ ഈ ദൃശ്യം പ്രചരിപ്പിച്ചു. 2023 ഒക്ടോബറിൽ ഗാസയിലെ ഇസ്രയേൽ വ്യോമാക്രമണമായിരുന്നു ഈ ദൃശ്യം. സ്പുട്നിക് അർമേനിയ എന്ന വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ദൃശ്യമായിരുന്നു ഇത്. പഴുതിട്ട് കൊടുത്ത റിപ്പബ്ലിക് TV കൂടി ഉണ്ട് കേട്ടോ. ഇന്ത്യൻ യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന രീതിയിൽ റിപ്പബ്ലിക് വാർത്ത നൽകി. തകർന്ന യുദ്ധവിമാനവും തീയണയ്ക്കുന്നതുമായ എഡിറ്റഡ് ദൃശ്യങ്ങൾ ഇതിനൊപ്പം നൽകി. വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ റിപ്പബ്ലിക്കിന്റെ വാർത്ത പ്രചരിപ്പിച്ചു. 5 ജെറ്റ് വിമാനങ്ങൾ തകർത്തത് ഇന്ത്യ സ്ഥിരീകരിച്ചെന്ന് പാക് മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു. ഇവ ഏപ്രിൽ 2 ജാംനഗറിൽ IAF വിമാനം തകർന്നു വീണതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണ്. ഈ ദൃശ്യമാണ് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ചൂണ്ടിക്കാട്ടിയ തെളിവ്. റഫാൽ തകർത്തെന്നും പ്രചാരണമുണ്ടായി. ഇന്ത്യൻ റഫാൽ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടതായി ഇസ്ലാമാബാദ് ഇൻസൈഡർ പറഞ്ഞു. കത്തിയെരിയുന്ന പോർവിമാനത്തിന്റെ ദൃശ്യം എക്സ് ഹാൻഡിലുകളിൽ പങ്കുവച്ചു. ഇത് 2024 രാജസ്ഥാനിലും 2021 പഞ്ചാബിലും വ്യോമസേനാ വിമാനം തകർന്ന ദൃശ്യങ്ങളായിരുന്നു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തന്നെ ഫാക്ട് ചെക്ക് നടത്തി വിശദാംശങ്ങൾ പുറത്തുവിട്ടു. വ്യാജ വാർത്താ മഴയാണ് പിന്നീട് ഉണ്ടായത്. ഈ ശ്രീനഗർ എയർബേസ് പാകിസ്ഥാൻ തകർത്തെന്ന വാദത്തോടെ ദൃശ്യങ്ങൾ പ്രചരിച്ചു. കത്തിയെരിയുന്ന ഒരു പ്രദേശമായിരുന്നു ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ദൃശ്യങ്ങൾ 2024 പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിൽ നടന്ന സംഘർഷങ്ങളുടേതായിരുന്നു. തെറ്റായ പ്രചാരണമെന്ന് PIBയും എയർഫോഴ്സും വ്യക്തമാക്കി. ഇന്ത്യൻ പോർവിമാനങ്ങൾ തകർത്തെന്ന പാക് വാദം ഇന്ത്യ അംഗീകരിച്ചെന്ന് പാകിസ്ഥാനിലെ സമ TV പറഞ്ഞു. പാകിസ്ഥാനോട് പരാജയം സംബന്ധിച്ച ഇന്ത്യ വെള്ളക്കൊടി വീശി എന്നും വ്യാജ റിപ്പോർട്ട് വന്നു. നിയന്ത്രണ രേഖയോട് ചേർന്ന് ചോറ കോംപ്ലക്സിൽ ഇന്ത്യ ധവള പതാക ഉയർത്തി എന്ന പ്രചാരണം തെളിവായി പങ്കുവച്ചത് അവ്യക്തമായ ഒരു ചിത്രം. സാറ്റലൈറ്റ് ഇമേജുകളിൽ വെള്ളക്കൊടിയില്ല. ഇന്ത്യ കീഴടങ്ങിയതിന് പാകിസ്ഥാനിൽ വിജയാഹ്ലാദം എന്ന വാർത്ത പങ്കുവച്ച് സന TV. ആഘോഷം നടന്നത് എവിടെയെന്നോ എന്നെന്നോ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ ഇല്ല. പക്ഷേ ഈ വ്യാജനയൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റിയ ആൾക്കാർ ഈ ഇന്ത്യയിൽ തന്നെ ഉണ്ട് കേട്ടോ. സുബൈർ ഫാക്ട് ചെക്കിങ്ങിന് തുടക്കമിട്ടത് ആൾട്ട് ന്യൂസ് മാധ്യമ പ്രവർത്തകനായ സഹസ്ഥാപകനായ
മുഹമ്മദ് സുബൈറാണ്. രാത്രിയിൽ തന്നെ നൂറുകണക്കിന് പാക് പ്രൊപ്പഗാൻഡകൾ തെളിവ് സഹിതം മുഹമ്മദ് സുബൈർ പൊളിച്ചടുക്കി. സംഘപരിവാർ നുണകൾ നിരന്തരം പൊളിച്ചതിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന ഫാക്ട് ചെക്കറാണ് അദ്ദേഹം. ഇതിൻ്റെ പേരിൽ സംഘപരിവാർ അനുയായികൾ കേസുകളിലൂടെ നിരന്തരം വേട്ടയാടിയ ആൾ. സനീഷ്, ഈ നുണപ്രചാരണം എല്ലാ യുദ്ധവേദികളിലുമൊക്കെ ഉണ്ടാവാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ കാലം കൂടി ആയതുകൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ ഇരുതല മൂർച്ചയുള്ള വാളയാണ് ഈ വ്യാജ പ്രചാരണത്തെ കാണുന്നത്. ഒന്ന്, അവരുടെ രാജ്യത്ത് വലിയ ആവേശം ഉണ്ടാക്കുക, അവിടെ വലിയ തെറ്റായ പ്രചാരണം നടത്തുക, ആത്മവിശ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വ്യാജ പ്രചാരണം നടത്തുക എന്നുള്ളത്. മറ്റൊന്ന്, ഇന്ത്യ അവിടെ സിവിലിയൻ മേഖലകളിൽ ആക്രമിച്ചു എന്നൊക്കെയുള്ള മട്ടിൽ ഈ ഗാസയിലെ ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നത്. ഈ രണ്ടും ഒരേ സമയം ചെയ്യുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. പക്ഷേ അതിനെ കൃത്യമായി തുറന്നു കാട്ടുന്ന ഇടപെടൽ ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഇതിപ്പോൾ 2 വാർത്താ സമ്മേളനം നടത്തിയതിലും വിക്രം മിശ്രയും മറ്റുള്ളവരും ചേർന്ന് നടത്തിയ ഇന്നത്തെയും വാർത്താ സമ്മേളനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവരിത് ഈ കാര്യം പറഞ്ഞു. ഒരുപാട് വ്യാജ വാർത്തകൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്ന്, അതിൽ ചെന്ന് വീഴരുത് എന്ന് വിക്രം മിശ്രി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അതായത് യഥാർത്ഥ ആയുധങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആക്രമണത്തെ പോലെ തന്നെ ഒരുപക്ഷെ അതേക്കാൾ ശക്തമായുള്ള ആയുധമാണ് വ്യാജ വാർത്തകൾ എന്ന കാര്യം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകൾക്കറിയാം. ഇതിനകത്ത് ഞാൻ വളരെ ചുരുക്കമായിട്ട് ഈ കാര്യം പറഞ്ഞു നിർത്താം. അതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നേരത്തെ അതിനകത്ത് സൂചിപ്പിച്ച മുഹമ്മദ് സുബൈറിൻ്റെ കാര്യമാണ്. മുഹമ്മദ് സുബൈർ സംഘപരിവാരം ഈ നാട്ടിൽ ഇലക്ഷൻ വിജയങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയും ഈ മറ്റ് ഇതര മതത്തിൽപ്പെട്ട ആളുകളോട് ശത്രുത ഉണ്ടാക്കാനും വേണ്ടിയും ഒരുപാട് വ്യാജ വാർത്തകൾ അടിച്ചുവിട്ടിരുന്ന കാലത്ത് അതെല്ലാം പൊളിച്ച് മുന്നോട്ട് വന്ന ആളായിരുന്നു മുഹമ്മദ് സുബൈർ. എന്നിട്ട് അദ്ദേഹത്തെ ഒരിക്കൽ രോഷം പരത്തുന്നു എന്ന് പറഞ്ഞ് മതവിരോധം പരത്തുന്നു എന്ന് പറഞ്ഞ് ജയിലിൽ പിടിച്ചിട്ടു അല്പകാലം മുമ്പ്. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷവും മാൾട്ട ന്യൂസിൽ തൻ്റെ ഈ വ്യാജ വാർത്തകൾ പൊളിക്കുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ജേർണലിസം അദ്ദേഹം തുടർന്നു. അദ്ദേഹമാണ് ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുകയാണ്. എന്ന് വെച്ചാൽ BJP അല്ലെങ്കിൽ രാഷ്ട്രീയ മതവ്യത്യാസമില്ലാതെ സകല ആളുകളും അംഗീകരിക്കുകയാണ് മുഹമ്മദ് സുബൈറാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പാകിസ്ഥാൻ നടത്തിയ മുഴുവൻ വ്യാജ പ്രചാരണങ്ങളെയും വലിയൊരളവോളം വല്ലാതെ അതാത് സമയത്ത് തന്നെ പൊളിച്ചുവിട്ടത് ഈ മുഹമ്മദ് സുബൈറായിരുന്നു. ഞാനപ്പോൾ ഓർത്തൊരു കാര്യം ഹർഷൻ, ഈ പെഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോൾ രാജ്യമാകെ അന്തം വിട്ട് നിന്നപ്പോൾ പല ആളുകളും ഈ ജിങ്കോയിസ്റ്റ് യുദ്ധ വെറി ഭീഷണികൾ സോഷ്യൽ മീഡിയയിൽ ആകെ ഉയർത്തി, പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ ഭാഗത്തു നിന്നുള്ള ആളുകൾ. അതിനകത്ത് ഒരു മലയാളത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പൊതുവിൽ ചർച്ചയായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഞാനിതാ ഒരു ബൈക്ക് എടുത്തിട്ട് പെഹൽഗാമിലേക്ക് പോവുകയാണ്, ആരെങ്കിലും എൻ്റെ കൂടെ വന്നോളൂ. എന്തിനാണ്? അവിടെ നിന്ന് യുദ്ധം ചെയ്യാനാണ്. പെഹൽഗാമിൽ ഇങ്ങോട്ട് അടിച്ച ആളോട് പകരം ചോദിക്കാൻ ഞാനിതാ ബൈക്ക് എടുത്ത് എൻ്റെ കൂടെ എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റായിരുന്നു. അതിന് താഴെ ഒരുപാട് ആളുകൾ ഞാനും വരാം, സ്ത്രീകളും പുരുഷന്മാരും. ഒരു 70 വയസ്സുള്ള ആളാണ് ഞാൻ, പക്ഷേ ഞാനൊരു ബൈക്കിൻ്റെ പിന്നിൽ കയറി വന്നോളാം, എന്നെയും കൂടെ കൊണ്ടുപോയിക്കോളൂ. എന്തിനാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ പട്ടാളവും നമ്മുടെ സംവിധാനങ്ങളാകെ തന്നെയും അവിടെ ജാഗരൂകരായിട്ട് നിൽക്കുമ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾ അവിടെ ചെന്നിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന തീവ്രവാദികളെ അടിച്ചോടിക്കാം എന്ന് പറയണം. അമ്മാതിരി മണ്ടത്തരങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ അവർ കരുതിയത് അവരാണ് ഈ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആളുകളെന്നാണ്. പക്ഷേ ഈ മുഹമ്മദ് സുബൈർ ആയിരുന്നു യഥാർത്ഥ പോരാളി. മുഹമ്മദ് സുബൈർ അയാളുടെ ഭാര്യാപിതാവ് ആശുപത്രിയിലായിരിക്കെ ആ ആശുപത്രിയിൽ നിന്ന് ഓടി വന്നിട്ട് സ്വന്തം സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്നിട്ട് ഇവർ പാകിസ്ഥാൻ അവിടെ നിന്ന് ഈ വ്യാജ വാർത്തകൾ കൊണ്ട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുമ്പോൾ, ആളുകളെ മുഴുവൻ കുഴപ്പത്തിലാക്കാൻ വേണ്ടി പോകുമ്പോൾ, ലോകരാഷ്ട്രങ്ങളെ ആകെ അമ്പരപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ, വീണ്ടും ഒരു യുദ്ധം ഇതിലൂടെ നടത്താൻ പോകുമ്പോൾ ആ വ്യാജ വാർത്തകളെല്ലാം അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പൊളിച്ചു ഇട്ടു. ഇവർ ഈ പറയുന്ന പോലെ ജിങ്കോയിസ്റ്റ് മുദ്രാവാക്യമായിട്ട് ഒരു ബൈക്ക് എടുത്തിട്ട് അയാൾ എവിടെയും പോയില്ല. അയാളുടെ വീട്ടിലിരുന്നു, അവിടെ ഇരുന്നുകൊണ്ട് അയാളുടെ സിസ്റ്റത്തിൽ അയാളുടെ ജോലി ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാം പൊളിച്ചിട്ടു. അപ്പോൾ യഥാർത്ഥ ദേശസ്നേഹി മുഹമ്മദ് സുബൈറാണ്. മുഹമ്മദ് സുബൈറിനെ ദേശദ്രോഹി എന്ന് വിളിച്ച ആളുകളെ ഇപ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ വ്യാജ വാർത്തകൾ എന്നത് അവയ്ക്കെതിരായിട്ടുള്ള അവബോധം വരേണ്ടത് യഥാർത്ഥ ദേശസ്നേഹത്തിൽ നിന്നാണ് എന്ന് മുഹമ്മദ് സുബൈർ തെളിയിച്ചു. അത് കൂടെ ഈ ഒരു സംഭവ വികാസങ്ങളുടെ ആകത്തുകയായിട്ട് പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും അതിൽ ഓർക്കേണ്ട ഒരു കാര്യം, അതായത് ആകെ ഒന്നോ രണ്ടോ ലൈക്ക് മാത്രം കിട്ടിയ പഴയ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് പണ്ട് മുഹമ്മദ് സുബൈർ ഇട്ട ഒരു പോസ്റ്റ്, അത് എന്താണ്, ഒരു ഹിന്ദി സിനിമയിലെ ദൃശ്യമാണ്. ഹണിമൂൺ ഹോട്ടൽ എന്ന ഹോട്ടലിൻ്റെ പേര് ഹനുമാൻ ഹോട്ടൽ എന്ന് മാറുന്ന ഒരു സിനിമാ ദൃശ്യം. ആ ദൃശ്യം കണ്ടെടുത്തതിന് ഒരു ഓൺലൈൻ പരാതിയിന്മേലാണ് ഈ മുഹമ്മദ് സുബൈറിനെ അറസ്റ്റ് ചെയ്തത്. ആ നിലയ്ക്ക് ക്രൂരമായി ദ്രോഹിച്ചതാണ് മുഹമ്മദ് സുബൈറിനെ. പക്ഷേ വ്യാജ വാർത്തകളെ പൊടിച്ചെടുക്കൽ തന്നെയാണ് ദൗത്യം എന്നുള്ളതും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കടമ എന്നും തെളിയിച്ചുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന് ആവശ്യം വരുമ്പോൾ മുഹമ്മദ് സുബൈറുമാർ മുന്നിലുണ്ടാവും എന്ന് തന്നെയാണ് തെളിയിച്ചത്. പ്രത്യാക്രമണങ്ങളിൽ പകച്ചു പോകുമ്പോൾ കള്ളങ്ങളുടെ രാജ്യം നിർമ്മിക്കുന്ന ഗതികേടിലാണ് പാകിസ്ഥാൻ.
പാകിസ്ഥാൻ. ഇന്ത്യൻ വിമാനങ്ങൾ വീഴ്ത്തിയത് എവിടെ എന്ന് ചോദിക്കുമ്പോൾ സമൂഹ മാധ്യമത്തിൽ കണ്ടില്ലേ എന്ന് പറഞ്ഞ് പരിഹാസ്യനാവുകയാണ് ആ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ രാഷ്ട്ര നേതൃത്വം വ്യാജങ്ങളുടെ മറപറ്റി അവരുടെ ജനതയ്ക്ക് മുമ്പിലെങ്കിലും തൽക്കാലം മുഖം രക്ഷിച്ചോട്ടെ എന്ന് തോന്നിപ്പോവുകയാണ്. ചിന്താശേഷിയില്ലാത്തൊരു രാഷ്ട്രീയ നേതൃത്വവും മതവെറിയാൽ നയിക്കപ്പെടുന്ന സൈനിക നേതൃത്വവുമാണ് പാകിസ്ഥാൻ്റേത്. സത്യമെന്ത് എന്ന് നമുക്കറിയാം. ലോകത്തിനും അത് നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് രാജ്യത്തെ സഹായിച്ച ഓൾട്ട് ന്യൂസിൻ്റെ മുഹമ്മദ് സുബൈർ അടക്കം സ്വതന്ത്ര ഫാക്ട് ചെക്കർമാരെ RDX അഭിവാദ്യം ചെയ്യുന്നു. പാക് നേതൃത്വം അവിവേകങ്ങൾക്ക് മുതിരാതെ നുണകളുടെ ചീട്ടുകൊട്ടാരത്തിൽ ഒളിച്ചുകൊള്ളട്ടെ, അല്ലെങ്കിൽ അങ്ങനെ സ്വയം ധരിച്ച് ആയുധം താഴെ വെച്ച് അവരെ തന്നെ രക്ഷിക്കട്ടെ.